ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. എല്ലാ കൂട്ടുകാർക്കും സകുടുംബം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിരിക്ക തീയലാണ്. കത്തിരിക്ക മറ്റേ ബ്രിഞ്ചോള് അല്ലേ, കത്തിരിക്ക ബ്രിഞ്ചോള് അത് വെച്ചിട്ടുള്ള തീയലാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി പേര് ഉള്ളിത്തീയലിൻ്റെ ഒക്കെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമുക്ക് ഉള്ളിത്തീയലല്ല ഇന്നുണ്ടാക്കുന്നത്, ബ്രിഞ്ചോളാണ്. പക്ഷേ ബ്രിഞ്ചോളിൻ്റെ സ്ഥാനത്ത് ഉള്ളി ഇട്ടാൽ അത് ഉള്ളിത്തീയലാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അമ്മ പറയും. ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചു നേരത്തെ. എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പോകുന്നു. ഞാൻ ഇന്നലെ ഒരു കറണ്ട് പോക്ക് പോയാൽ എൻ്റെ ക്ഷീണം മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തേങ്ങ ഞാൻ വറുത്തരച്ച് വെച്ചു. പിന്നെ ഇപ്പം നേരെ കത്രിക്ക കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിപ്പം ഞാൻ ഈ തീയൽ വെക്കാൻ വേണ്ടി വഴറ്റാൻ പോവുകയാണ്. വഴറ്റി വേണം തീയൽ വെക്കാൻ വേണ്ടി. അതിന് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. കടുക് അങ്ങോട്ട് ഇട്ടു. കടുക് ഇട്ടിട്ട് അങ്ങ് വഴറ്റുവാണെങ്കിൽ പിന്നെ അതല്ലേ എളുപ്പം. അതിലോട്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ച് വിടുവാണ്. പിന്നെ എല്ലാവരും ഉള്ളിത്തീയൽ വെക്കാവോ അമ്മ, ഉള്ളിത്തീയൽ വെക്കാൻ ചോദിച്ചു. ഉള്ളിത്തീയൽ വെക്കുന്നതും ഇതേപോലെ തന്നെയാണ് അതിന് നമ്മൾ അരയ്ക്കേണ്ടതും. ബാക്കി ഇപ്പോൾ ഈ കത്തിരിക്ക എന്നുള്ള സമയത്ത് നമ്മൾ ഉള്ളി അങ്ങനെ ആ രീതിയിൽ തന്നെ അരച്ചാൽ മതി. പിന്നെ ഇതിപ്പോൾ കാണുക പറയോ അവിടെ വൃത്തിയേടാ ഇവിടെ വൃത്തിയേടാന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നമ്മൾ രാവിലെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉച്ചക്കത്തെ പരിപാടി ചെയ്ത് ആ പരിപാടി കൂടി ചെയ്തതിന് ശേഷമേ നമ്മൾ അടുക്കള വൃത്തിയാക്കി നല്ല ഇതാക്കിടുകയുള്ളൂ. ഉള്ളി ഒന്ന് ചെറിയൊരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം വേണം നമുക്കിതിനകത്തോട്ട് ഈ കത്തിരിക്ക ഇടാൻ വേണ്ടി. എന്നിട്ട് പിന്നെ വളംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വളംപുളിയും ചേർക്കണം അതിനകത്ത്. ശകലം വളംപുളി, ഒത്തിരി വേണ്ട, കുറച്ച്. ഉള്ളി കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ച വഴുതനങ്ങ ഇടാൻ പോവാണ്. അതിട്ടൊന്ന് ഇതിനകത്തൊന്ന് കിടന്നൊന്ന് ഇതാകട്ടെ. വെള്ളത്തിലിട്ട് വേവിച്ചാലേ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വെക്കുന്നതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതൊന്ന് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വാളംപുളിക്കകത്ത് കിടന്ന് കഷ്ണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്താൽ മതി. കരിയാപ്പില എടുക്കാൻ മറന്നുപോയി. നമുക്ക് നമ്മുടെ പറമ്പിൽ കരിയാപ്പുണ്ട്. അപ്പം ഞാൻ കരിയാപ്പില ഒടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നെ കാണുമ്പോൾ ഇപ്പോൾ റാമ്പോച്ചനും റാണിയെല്ലാം കൂടെ കിടന്നിപ്പം കൊര തുടങ്ങും. കൊര ബൗ ബൗ കൊണ്ടോ കേട്ടോ. ഞാനാടാ നമ്മൾ കരിയാപ്പില പിച്ചട്ടെ. നമ്മുടെ കരിയാപ്പില അപ്പം 2-3 കിളന്തെല്ലാം നമുക്ക് പിച്ചിക്കൊണ്ട് പോകാം കേട്ടോ. മൊത്തം ഓടിക്കണോ? അമ്മ അവിടെ ഒന്നുകൊണ്ട് മണ്ട അങ്ങ് പൊടിച്ചോളാൻ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഒടിച്ച കരിയാപ്പിലയുമായി ഞാൻ പോവുകയാണ് കറിക്കകത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കാവേ. കണ്ടോ നമ്മുടെ പറമ്പ് കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ പറമ്പ്. എന്ത് രസമായല്ലേ. ഇവിടെ വന്ന് തൊഴിലുറപ്പിലെ ചേച്ചിമാരെല്ലാം വൃത്തിയാക്കിയിട്ടതാ. പിന്നെ ഇലയൊക്കെ വീണു. മഴയല്ലേ, എങ്ങനെ ഇലയും പുല്ലും ഒക്കെ കിളുക്കാതിരിക്കും. കുരയ്ക്കുന്ന കണ്ടോ ആരൊക്കെ കിടന്ന് കുരയ്ക്കുന്നതെന്ന്. ഓ ജാക്കി ഫുഡ് കഴിക്കുന്നു. റാണി റാംബോ ഒക്കെ തരി കിടന്ന് വേകുന്നേ ഉള്ളൂ. നമ്മുടെ വിറകൊക്കെ തീരാറായി. നമുക്കിനി ഇത്രയും കൂടെ വിറകേ ഉള്ളൂ. മഴ ആയതുകൊണ്ട് വിറകിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. പുളിയൊക്കെ തേണ്ടേ ഉണങ്ങാൻ കിടപ്പുണ്ട്. അപ്പം ഞാൻ കരിയേപ്പില കൊണ്ട് കൊടുക്കട്ടെ. നിങ്ങൾ കരിയാപ്പ കഴിയില്ല തുടരാറില്ല. ഇപ്പം നമ്മൾ കഴിവൊന്നും കാണിക്കത്തില്ല. കഴുകാതായിരിക്കും. ഇതൊന്ന് കഴുകിയിടാൻ വയ്യേ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് കഴുകിയത്. അല്ലെങ്കിൽ ഞാൻ കഴുകിയെടുത്തങ്ങ് ഇടത്തേ ഉള്ളൂ. അതിനും പറയും അയ്യോ പാത്രം കഴുകുന്നില്ല, കരിയാപ്പില കഴുകുന്നില്ല. നമ്മളെടുക്കുമ്പോഴേ കഴുകിയെടുത്ത് ഇവിടെ മാറ്റി വെക്കത്തേ ഉള്ളൂ. അത് കാണിക്കേണ്ടല്ലോ വിചാരിച്ച് ഇത്ര നാളൊന്നും കാണിക്കാനിത്. ഇനിയിപ്പോൾ എല്ലാം കാണിച്ചിട്ടേക്കാം. കരിയാപ്പിൻ്റെ ഒരു രണ്ടെണ്ണം ഞാൻ ഇടും. കരിയാപ്പിൽ ഏറെ ഇടുന്ന ഇഷ്ടമാണ്. കരിയാപ്പിൽ നല്ല ഏറെ ഇടുന്നത് നല്ല രുചിയുണ്ടാകും. കരിപ്പിട്ട് നല്ല മണമൊക്കെ വരും. കരിയാപ്പിലേന്ന് വിട്ട് ഒന്ന് ഇളക്കി ഒത്തിരി വെക്കത്തില്ല, കുറച്ച്. ഇവിടെ അധികം കറി അധികം വേണ്ട. ഒരുപാട് കറി വെച്ചിട്ട് ഞങ്ങൾ വെറുതെ കളയുള്ളൂ. ഇപ്പോഴത്തെ ഈ തേങ്ങയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയെക്കുറിച്ച് നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യത്തിനുണ്ടാക്കിയത് ഞങ്ങൾക്ക് 4 പേർക്ക് മതി. അതുകൊണ്ട് കുറച്ചേ ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അതിൽ ഞാനും കൊച്ചുമാണ് കൂടുതൽ കറി കൂട്ടുന്നത്. മോനും അച്ഛനും അധികം കറിയൊന്നും വേണ്ട. അവർക്ക് ഇച്ചിരി കറി മതി. പിന്നെ മൊത്തം തിന്നുന്നത് ഞങ്ങൾ രണ്ടും കൂടിയാണ്. ഇന്നലെയാണ് ആ മത്തങ്ങാക്കറി വെച്ചിട്ട് ഞാനും കൊച്ചും കൂട്ടിയതല്ലാതെ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ വൈകിട്ടും കൊണ്ട് ഒരു വിധത്തിലാണ് കൂട്ടി തീർത്തത്.
വേറെ ആർക്കും വേണ്ട മത്തങ്ങാക്കറി. അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് എല്ലാം ഇച്ചിരി കറി വെക്കത്തുള്ളൂ. ഒത്തിരി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലപോലെ ഒന്ന് അല്ലേ ഇനിയിപ്പോൾ അതിലോട്ട് ഇച്ചിരി പുളി അങ്ങ് ഒഴിച്ചേക്കാം. വാളം പുളി തന്നെ. വാളം പുളി ഒഴിച്ച് പുളി തുടങ്ങി. പിന്നെ ഉപ്പിടുവാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇതിനകത്തൊന്ന് വേകട്ടെ. ഇപ്പം ആ ഉപ്പും നമ്മൾ പുളി ഒഴിച്ചേക്കും തിളച്ചിട്ട് ഇനി അതിലോട്ടൊരു ശകലം വെള്ളം ഒഴിച്ചേക്കാം. അതിനകത്ത് വേണം അത് വേകാനായിട്ട്. എന്താ ഇത്ര മതി. ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് കഴിയുമ്പം അതൊന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. കണ്ടോ അത് ഒരു നല്ലോണം വെന്ത് കണ്ടോ. കത്തിരിക്ക വെന്ത് നല്ലോണം തിളച്ച് ഇനി അതിലോട്ട് നമുക്ക് തേങ്ങ വറുത്തത്, ഈ മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 കൂട്ടം നമ്മൾ വറുത്തരച്ചതല്ലേ അത് ഇനി അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. മഞ്ഞപ്പൊടി നമ്മൾ ഇതിനകത്ത് നേരത്തെ തന്നെ ഇട്ടാണ് വെച്ചത്. അത്രയും കൂടി ഇട്ടാണ് ഇനി ഇത് വയ്ക്കുന്നത്. ഇത്തിരി ചൂടുവെള്ളം ആട്ടോ നമ്മൾ ചൂടുവെള്ളം വയ്ക്കുന്നത് നല്ലത്. നമ്മളിത് അല്ലെ പിന്നെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ വരും. തിളയ്ക്കുമെന്ന് പറഞ്ഞാലേ അതാണ് നല്ലത്. ഉപ്പുണ്ടെന്ന് നോക്കിയേക്കാം. അതൊന്ന് തിളക്കട്ടെ. തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഇനി അടുത്ത കറി നമുക്ക് വെക്കണം. കണ്ടോ തീയൽ റെഡി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ. ഇത് കത്രിക്കായും കൊണ്ട് വെച്ച തീയല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഞാൻ കഷ്ണം എടുത്ത് കാണിക്കാൻ തേണ്ട. ഇത് കണ്ടോ കത്രിക്ക തീയൽ. എല്ലാവരും ഈ തീയലൊക്കെ വെച്ച് നോക്കണം. അതല്ല ഇപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഏറെ നമ്മൾ പച്ചക്കറി കൂട്ടുന്നത് നല്ലത്. മീൻ ഇറച്ചിയൊക്കെ കുറേ ഒഴിവാക്കിയിട്ട് പച്ചക്കറി കൂട്ടുന്നത് നല്ലത്. എന്ന് വിചാരിച്ചു ഇപ്പം ഇവിടെ പറയുന്നവൾ മീൻ ഇറച്ചിയും കൂട്ടത്തില്ല എന്നൊക്കെ ചോദിക്കുന്നവർ കാണും. പക്ഷേ ഞാൻ കഴിവതും അത് ഒഴിവാക്കിയാണ് ഞങ്ങളിപ്പം ചെയ്യുന്നത്. ഇതാണെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ പച്ചക്കറി കൂട്ടണം. ഈ ഒരു മാസം എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് അസുഖങ്ങളൊക്കെ ചിലർ പറയും അന്ധവിശ്വാസമാണ് പറയുന്നത്. അങ്ങനെ ചില കമൻ്റ് ഒക്കെ കണ്ടു. പക്ഷെ ഇത് അന്ധവിശ്വാസം എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഇത്രയും നാൾ കൂട്ടി വന്നിട്ട് ഒരു മാസം നമ്മൾ ഇതിന് ഒരു എന്താ പറയണ്ടേ കഴിക്കാതിരിക്കുന്നത് ശരീരത്തിനും നല്ലതാണ്. അതേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എന്തിനാ എല്ലാവരും ഈ കാശ് മുടക്കി ഷുഗർ ചികിത്സയ്ക്കൊക്കെ പോകുന്നത് എന്തിനാ പോകുന്നത്? ആ ഒരു മാസം അവർക്ക് അത് നമ്മൾ ഷുഗർ ചികിത്സയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളത് വീട്ടിൽ ഇരുന്ന് അതേ രീതി കഴിച്ച് ആഹാരമൊക്കെ പച്ചക്കറികളൊക്കെ കഴിച്ച് പല ഇലവർഗ്ഗങ്ങളൊക്കെ കറി വെച്ച് കൂട്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖം കിട്ടും. നമ്മുടെ മനസ്സിനും നല്ല സുഖം കിട്ടും. നമ്മുടെ വയറിനും നല്ല സുഖം കിട്ടും. നമ്മുടെ ശരീരത്തിനും നല്ല സുഖം കിട്ടും. നാളെ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഇല വേണം നാളെ കണ്ടിച്ച് കറി വെക്കാനായിട്ട്. അപ്പം തീയലുണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നമുക്ക് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.